എനിക്കറിയില്ല, ഇനി ഉദ്യോഗസ്ഥർ ഇടപെടേ ശരിയാവുള്ളൂ. കാരണം ഇത് ശരിയുള്ള ഏർപ്പാടില്ല, മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ, അതായത് കോടതി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ കൊണ്ടുപോയി കാണിച്ച് സാക്ഷി പിടിച്ച് കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് പോലീസിന്റെ ഗുണ്ടായിസമാണ് നടന്നത്. ഇത് കൃത്യമായി ഏതോ വാർത്ത വളച്ചൊടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചന ഭാഗമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പൊ കാക്കനാട് ജയിലിലേക്ക് ഉണ്ടായിരുന്നു. ഹലോ 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 ശരി, നമ്മൾ ഇപ്പോൾ കേട്ട പ്രതികരണം അനുസരിച്ച്, അതായത് ആദ്യത്തെ ECG പരിശോധനയിൽ ചെറിയൊരു വേരിയേഷൻ കാണിച്ചു. അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ രണ്ടാമതൊരു ECG പരിശോധന നടത്താൻ തയ്യാറായി വരുന്ന സമയത്താണ് പോലീസ് കൊണ്ടുപോയി എന്നുള്ളതൊരു ആരോപണമായി ഇപ്പോൾ വരുന്നത്. അത് ഉന്നയിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും ഉണ്ട് എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ ഡോക്ടർമാരെ അറിയിച്ചത്. ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. പാല എടപ്പള്ളി ഭാഗത്തേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകാൻ. കാക്കനാടിലേക്ക് അധികം ദൂരമില്ല ഇവിടെ നിന്ന്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ പാടുപെട്ട് പ്രയാസപ്പെട്ടാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ ജീപ്പിലേക്ക് കയറ്റുന്നത്. അദ്ദേഹത്തിന്റെ ജീവനക്കാർ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് ഇപ്പോൾ ആരോപണം വരുന്നത് രണ്ടാമത്തെ ഒരു ECG പരിശോധന നടത്താൻ ഡോക്ടർമാർ തയ്യാറായെങ്കിലും പോലീസ് അതിന് വിസമ്മതിച്ചു. അതൊരു മനുഷ്യാവകാശ ലംഘനമാണെന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് അഭിഭാഷകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. നാളെ തന്നെ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകും. നാളെ തന്നെ ജാമ്യാപേക്ഷ നൽകും എന്നുള്ളതാണ് അഭിഭാഷകർ അറിയിച്ചത്. നാളെ വീണ്ടും ജാമ്യാപേക്ഷ ബോബി ചെമ്മണ്ണൂർ നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെ ജാമ്യാപേക്ഷ നൽകും ബോബി ചെമ്മണ്ണൂർ. ഇപ്പോൾ എന്തായാലും 14 ദിവസം റിമാൻഡിലാണ്. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോവുകയാണ്.